Minister Saab. Yes, Minister is waiting for you. നിന്റെ വൈറ്റ് വന്നിട്ട് കണ്ടല്ലോ. കൃത്യസമയം നോക്കി വന്നോളും. രസം കൊല്ലി ഇഡിയറ്റ്. May I come in, sir? Come on, NTV. I was studying your report. It's so shocking. Yes, sir. And as you say in this, ഇപ്പോൾ പിടിയിലായ അരുൾ വണങ്ങാമുടിക്കും സൂര്യവല്ലിക്കും പിന്നെ സൈന്യത്തിൽ നിന്ന് മരിച്ച വീരബാഹുവിനും ഒന്നും യഥാർത്ഥ തമിഴ് പോരാളികളുമായി യാതൊരു ബന്ധവുമില്ല. They are on their own. അല്ലേടോ? Sir. കൂലിക്ക് കൊല്ലാൻ നടക്കുന്ന ചെറ്റകൾ. എന്നിട്ട് തന്റെ ചോദ്യം ചെയ്യലിൽ അവർ അഡ്മിറ്റ് ചെയ്തതുപോലെ നാളെ കഴിഞ്ഞ് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയെ എയർപോർട്ടിൽ നിന്ന് ഗവർണേഴ്സ് ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി ഒരു സർപ്രൈസ് സൂയിസൈഡ് ബോംബ് അറ്റാക്കിൽ വകവരുത്തുക. ദാറ്റ് വാസ് എ സ്കീം, അല്ലേ? Yes, sir. അൺബിലീവബിൾ. ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തോട് നേരിട്ട് പൊരുതി ജയിക്കാനാവില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ കഥ കഴിക്കാൻ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ ചിരകാല ശത്രുക്കൾ കണ്ടുപിടിച്ച എളുപ്പവഴി. പാർട്ടി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ വർഗീസ്, പിന്നെ കർണാടക ഹോം മിനിസ്റ്റർ ദേവപ്പ ഭദ്രപ്പ, രണ്ടാളുമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. പിന്നെ ഇവിടുത്തെയും ആന്ധ്രയിലെയും ലിക്കർ ലോബിയും. യു ആർ ഷുവർ, അല്ലേ രവി? അതെ സർ. പിടിയിലായ രണ്ടുപേരും മിസ്റ്റർ വർഗീസിന്റെയും മിസ്റ്റർ ഭദ്രപ്പയുടെയും പേര് പറഞ്ഞ് മൊഴി തന്നു കഴിഞ്ഞു സർ. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഫോഴ്സ് ഇനഫ്. വർഗീസും ഭദ്രപ്പയും മാത്രമല്ല സർ, പിന്നിൽ മറ്റേതോ പ്രബലന്മാർ കൂടി ഉണ്ടാവണം. ഉണ്ടായേ മതിയാവും ഇങ്ങനെ ഒരു ഗൂഢാലോചനയ്ക്ക്. സർ, ബോത്ത് ഓഫ് ദം ആർ ഇൻ ടൗൺ ആൻഡ് ഐ വോണ്ട് ടു ടേക്ക് ദം ഇൻ. തങ്ങൾ ഏർപ്പാട് ചെയ്ത കൊലയാളികൾ പിടിയിലായ വിവരം മണത്തറിയും മുമ്പ് ഭദ്രപ്പയും വർഗീസിനെയും രഹസ്യമായി കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും എത്രയും പെട്ടെന്ന് അനുമതി ഉണ്ടാവണം സർ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ നോ രവി. പാർട്ടിയിൽ എന്റെത്ര തന്നെ തലയെടുപ്പുള്ള രണ്ട് ദേശീയ നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള ഗൂഢാലോചനയല്ലേ? ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആദ്യം തന്റെ റിപ്പോർട്ട് അങ്ങ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ കണ്ണിന് മുമ്പിൽ എത്തിച്ചു കൊടുക്കണം. ബൈ ഹാൻഡ്. ഒരു വിശ്വസ്ത ദൂതനിമിഷം ഇന്ന് തന്നെ. ലെറ്റ് ഹിം സ്റ്റഡി യുവർ റിപ്പോർട്ട് ഫസ്റ്റ്. പിന്നെ നാളെ കഴിഞ്ഞ് PM നേരിട്ട് വരികയല്ലോ ഇങ്ങോട്ട്. ഐ വിൽ സിറ്റ് വിത്ത് ഹിം. അറസ്റ്റിനും ചോദ്യം ചെയ്യലുമൊക്കെ ഉള്ള അധികാരം പ്രധാനമന്ത്രി നേരിട്ട് കൽപ്പിച്ചു തരും തനിക്ക്. സർ. രവി, പിടിയിലായ രണ്ടുപേരുടെയും കൺഫെഷൻസ് എനിക്ക് കേൾക്കണം. ഫുൾ ടെക്സ്റ്റ്, എവറി ഇഞ്ച് ഓഫ് ദ ടേപ്പ്. കം ആൻഡ് മീറ്റ് മീ വിത്ത് ദ ടേപ്സ്.